കോഴിക്കോട് ഫറൂഖിൽ സിമന്റ് ലോറി മറിഞ്ഞ അപകടം. ഫറൂഖ് മുനിസിപ്പാലിറ്റിക്ക് മുൻവശം നിർത്തിയിട്ട സിമന്റ് ലോറിയാണ് മറിഞ്ഞത്. ഈ ലോറി മറിഞ്ഞത് മുനിസിപ്പാലിറ്റി ചെയർമാനായ NC റസാഖിന്റെ വീടിന് മുകളിലേക്കാണ്. ഇംതിയാസ് കരീം ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇംതിയാസ്, ഈ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ? ആര്യ, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫറൂഖ് മുനിസിപ്പാലിറ്റിക്ക് മുൻവശം, ഫറൂഖ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അതിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. ഇതാണ് ലോറി. ലോറി പൂർണ്ണമായിട്ടും, അതായത് കീഴ്മേൽ മറിഞ്ഞു എന്ന് തന്നെ പറയാം. അതിൻ്റെ അത് മറിഞ്ഞ് ഇതാണ് വീട്. ഈ വീടിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഓടിട്ട രീതിയിലാണ് മുൻവശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓടുകളെല്ലാം പൊട്ടുകയും അതിൻ്റെ മേൽക്കൂരയായി കെട്ടിയ ഭാഗം തകർന്ന് അമരുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ആ സമയത്തൊന്നും ഈ ഭാഗത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും അപകടവും പറ്റിയിട്ടില്ല. ഇത് സിമന്റ് ചാക്കുകൾ നിറച്ച ലോറിയാണ്. നല്ല രീതിയിൽ തന്നെ നല്ല വെയിറ്റുള്ള ചരക്ക് ഇതിലുണ്ട്. അതും ഈ ഇടിഞ്ഞു വീഴാനൊരു പക്ഷേ കാരണമായിരിക്കാം. ആ ഭാഗമാണ് മണ്ണ്. ഇത് റോഡിൻ്റെ സൈഡ് വശമാണ്. ആ സൈഡ് വശം മുഴുവൻ മണ്ണാണ്. ആ മണ്ണിടിയുന്നു. ആ മണ്ണിടിഞ്ഞതിന് ശേഷമാണ്, ഇടിഞ്ഞത് മൂലമാണ് താഴേക്ക് ഈ ലോറി പതിച്ചത് എന്നുള്ളതാണ് കാര്യം. ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, വരുന്നുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നവരാരാളെ? ഇത് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഇത് രാത്രിയാണ് സംഭവിച്ചത്. ഇത് എപ്പം നടന്നതാ അറിയില്ല. ഇവിടുത്തെ നഗരസഭ ചെയർമാനായിട്ടുള്ള റസാഖിന്റെ അവരുടെ വീടാണിത്. അവരുടെ വീടിന്റെ മുൻവശത്തേക്കാണ് ഇത് വീണിട്ടുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സംഭവം നടക്കുന്നത് ഒരു ഏറെക്കുറെ 9 മണിയായിട്ടുണ്ടാവും. കുട്ടികൾ ജസ്റ്റ് സ്കൂൾ പോയിട്ടുള്ളൂ. മകന് വണ്ടിയെടുത്ത് പുറത്ത് പോയിട്ടുള്ളൂ. ഞാൻ കുളിച്ച് വരികയാണ്. ഭാര്യയും മരുമകളും പിന്നെ അടുക്കളയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുളിച്ച് വരുമ്പോൾ ഭയങ്കര സൗണ്ട് കേട്ട് വന്നു നോക്കിയതാണ്. പക്ഷെ മുമ്പോട്ട് വരാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സാധനം ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ട് മുമ്പോട്ട് ഇറങ്ങില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള ഒരു വലിയ സന്തോഷം സമാധാനമാണുള്ളത്. വീണ്ടും നല്ല കാര്യം. ഈ ഫ്രണ്ട് കംപ്ലീറ്റ് പോയി വീട്ടിൽ ആ ഫ്രണ്ട് പോർഷൻ മതിൽക്കെട്ട് പോലെ ഉണ്ട്. കരിങ്കല്ല് കൊണ്ട് വെച്ച് കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തകർന്നിട്ടാണ് ലോറി മറിഞ്ഞിട്ട് വീണിട്ടുള്ളത്. ലോറി ഇങ്ങനെ നിർത്തിയിടാറുണ്ടോ? എപ്പോഴും നിർത്തിയിടാറുണ്ട്. പക്ഷെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാലതാമസം ഓരോരോ കാര്യം കൊണ്ട് നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളാ ഈ സമയം അങ്ങനെ ആയതുകൊണ്ട് അത് നമ്മൾ അനുഭവിക്കാം. ആരും ആ ഭാഗത്തില്ലാതെ വലിയ അനുഗ്രഹമായി. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ പിന്നെ കുട്ടികൾ, മകൻ്റെ 2 മക്കൾ സ്കൂളിൽ ജസ്റ്റ് പോയിട്ടുള്ളൂ. എൻ്റെ മകൾ സ്കൂളിൽ പോയി. മകന് വണ്ടി എടുത്ത് കയറ്റുള്ളൂ. ഒരു 3 മിനിറ്റിൻ്റെ ഡിഫറൻസാണുള്ളത്. അത്രയാണ്. ഞാൻ പിന്നെ ഭാര്യയും മരുമകളൊക്കെ അടുക്കളയിൽ പണിയിലായതുകൊണ്ട് അവർ കേട്ട് എല്ലാവരും ഓടി വന്നിട്ടുള്ളത്. പൂർണ്ണമായും താഴ്ന്നു പോയിട്ടുണ്ട്. ഓക്കെ. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.